അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഹാദിയ അത് അവളുടെ റൂമിലാണ്. അന്ന് നമ്മൾ ഉളൂഹ് ചെയ്ത് അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അതെ, ഉസ്താദ് പറഞ്ഞ ഈ ഒരു മാസം അത് വളരെയധികം പവിത്രമായ മാസമാണ്. ഈ ദിവസമാണെങ്കിൽ അത് ഉത്തരം കിട്ടുന്ന 5 രാവുകളിൽ അതിലൊരു രാവ് ഈ രാവാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത മനസ്സിന് സന്തോഷം. പടച്ച റബ്ബേ, എനിക്കൊരുപാടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഈ ദുനിയാവിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, അതെ, ഇനിയും ജസീറിൻ്റെ ഉപദ്രവം ഉണ്ടാവരുത്. എനിക്ക് ജീവിക്കുകയാണെങ്കിൽ, എനിക്ക് ജീവിതം ഹയറാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ആഷി ഉസ്താദിൻ്റെ കൂടെയുള്ള സ്വാലിഹായ ഒരു ജീവിതം, അതെ, ഒരു ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം, ഹിജാബ് ധരിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യമായിട്ടും കൂടുതലായി ഒന്നും ആഗ്രഹമില്ല. എല്ലാം എനിക്കുണ്ട്, എല്ലാം എനിക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുണ്ട്, എൻ്റെ ഉപ്പ എനിക്ക് തന്നിട്ടുണ്ട്. പണത്തിനോ അല്ലെങ്കിൽ സമ്പത്തിനോ ഒന്നും ആഗ്രഹമില്ലല്ല. എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഇനിയുള്ളത് ഒരുപാട് സ്വത്തും സമ്പത്തുമുള്ള ഒരാളുടെ വീട്ടിലേക്ക് പോവുക എന്നതല്ല, മറിച്ച് ഒരു പാവപ്പെട്ട ഉസ്താദാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. റഹ്മാനെ, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ആഷി ഉസ്താദിനെ വേണമല്ല ഭർത്താവായിട്ട്. എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ല. അല്ലാ, ഇനിയൊരു പക്ഷേ എനിക്ക് അത്ര ആയുസ്സില്ല എങ്കിലും അല്ലാ, നീ എൻ്റെ ഷെഫി ഉസ്താദിനോട് മനസ്സിലേക്കൊന്ന് തോന്നിപ്പിക്കണം റഹ്മാനെ, എനിക്ക് ഉസ്താദിനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. അവൾ പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസം അവൾ തീരെ ഭക്ഷണം പോലും കഴിക്കാൻ വരുന്നില്ല. ഉമ്മ അങ്ങോട്ട് വന്നു. മോളെ, മോളെ ഹാദി. ആ ഉമ്മ. മോളെ, ഇന്നിപ്പോൾ എന്താ ഫുള്ള് പ്രാർത്ഥനയിലാണല്ലോ. ഉമ്മ, എൻ്റെ ഉമ്മക്കറിയില്ലേ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച്? ആ മോളെ, റജബല്ലേ? അതെ ഉമ്മ, ഈ ദിവസത്തെ രാത്രി എന്നൊക്കെ വെച്ചാൽ വളരെയധികം പവിത്രമാണ്. അത് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടി ദുആ ചെയ്യും നല്ലോണം, എൻ്റെ കുട്ടിക്ക് നല്ല ഹയറായ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിലേക്ക് വന്നു. അല്ലാ, അറിവുള്ളവർ അതൊരു സംഭവം തന്നെ. എൻ്റെ ഹബീബ് ഉസ്താദിന് അറിവുണ്ടായത് കൊണ്ടാണല്ലോ ഈ ഒരു കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ആഷി ഉസ്താദിന് അറിവുണ്ടായത് കൊണ്ടാണല്ലോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ ആലിമീങ്ങൾ അതൊരു സംഭവം തന്നെയാണ്. അവരുടെ കൂടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ അത് വളരെയധികം സുന്ദരമായിരിക്കും. കാരണം ഒരിക്കൽ പോലും അവർ ഭാര്യമാരെ വേദനിപ്പിക്കില്ല എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. എന്നാൽ ഈ സമയം അതാ പുളിക്കൽ തറവാട്ടിൽ പിറ്റേ ദിവസം ഉമ്മ പറയുന്നു, എന്താ നിൻ്റെ പ്ലാനിങ്? മോനോടായിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ ജസീർ പറയുന്നു, അവളെ കൊണ്ടുവരണം. അവൾ ഇനി വേറെ വല്ല വഴിയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലേ എന്തൊക്കെ തന്നെയായാലും അതുറപ്പാണ് അവൾ അങ്ങോട്ട് എൻജോയ് ചെയ്യും. സമ്മതിക്കില്ല ഞാൻ. എൻ്റെ ഭാര്യയായിട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ അവളെ തൊലാക്ക് ചൊല്ലില്ല. അവളെനിക്ക് കുറച്ചൊന്ന് കഷ്ടപ്പെടുത്തണം. അവൾ അത്രക്ക് വാശിക്കാരിയാണ്, ദേഷ്യക്കാരിയാണ്. അത്ര വാശിയും ദേഷ്യം പാടില്ലല്ലോ. എന്താ, അവളെ ഒന്നുകൂടെ ഒന്ന് വിരട്ടണം. അതായിരുന്നു അവൻ്റെ പ്ലാനിങ്. കൂട്ടിക്കൊണ്ടുവരണം, സ്നേഹത്തോടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഒരു പുതപ്പ് പോലും കൊടുക്കാതെ ഈ തണുപ്പിൽ അവളെ ഇട്ട് വിറപ്പിക്കണം. ശക്തമായി AC ഇടണം. അതെ, അവളെ കുറച്ച് ബുദ്ധിമുട്ടിക്കണം. അവൾ വേറെന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് അവൾക്ക്. എനിക്കെൻ്റെ ജീവിതം തട്ടിത്തെറിപ്പിച്ച എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉമ്മ, അതെ, എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം എനിക്ക് നൽകിയില്ല. പകരം ഞാൻ അവളെ കഷ്ടപ്പെടുത്തും. അതായിരുന്നു അവൻ്റെ പ്ലാനിങ്. ഉമ്മ എനിക്ക് കണ്ടുപിടിച്ചു തന്ന ആ പെണ്ണ്, കാണാൻ സുന്ദരി, നല്ല തറവാട്ടിൽ പിറന്നവൾ, എല്ലാം കൊണ്ടും അനുയോജ്യയായ എൻ്റെ പെണ്ണ്. പക്ഷേ എൻ്റെ സ്നേഹം മാത്രം, അത് ക്രൂരമായൊരു സ്നേഹം ഞാൻ അവൾക്ക് കൊടുക്കും, അതുറപ്പാണ്. അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയം അതാ ഉമ്മ വിളിക്കുന്നു. എന്താടാ, നീ അവളെ കൊണ്ടുവരുന്നില്ലേ? കൊണ്ടുവരണം ഉമ്മ. ആ, എന്നാൽ പിന്നെന്താ വൈകിക്കുന്നത്? പോയി കൂട്ടിക്കൊണ്ടുവാടാ. കൂട്ടിക്കൊണ്ട് ഞാൻ വിളിച്ചാൽ അവൾ വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്താ, ഞാൻ പോകണോ? നീ കൊണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് അത് ശരിയല്ല. ആണത്തമുള്ള ആണാണെങ്കിൽ നീ പോകണം. നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഉമ്മയുടെ ആ വാക്കുകൾ. പക്ഷേ ഉമ്മ വാശിക്കാരിയാണ്, ഭയങ്കരം. ഉമ്മ പറഞ്ഞതേ ഇവിടെ നടക്കൂ. ഉമ്മ പറഞ്ഞ കാര്യം അത്
എങ്കിലും ഞാൻ മറക്കില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടാത്തത്, ആ ഒരു പക അതെനിക്കുണ്ട്. അത് വീട്ടാനുള്ളതാണ്. അത് ആദ്യയിലൂടെ ഞാൻ വീട്ടും. ഉമ്മയുടെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവരും ഞാൻ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെടുത്തും. എന്തൊക്കെ തന്നെയാലും അതാ അവൻ പുറപ്പെടുകയാണ് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഒരു നിമിഷം അവൾ ഇതൊന്നും അറിയുന്നേയില്ല. അവൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്ത്, അള്ളാഹുവേ ലളിതമായൊരു ജീവിതം, അതും ഒരു ഉസ്താദിൻ്റെ കൂടെ, അതാണ് റഹ്മാനെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായിരുന്നു അവൾ ദുആ ചെയ്തിരുന്നത്. പാവം ഹാദിയ ഇതൊന്നും അറിയുന്നില്ല. അവൾ അന്ന് കോളേജിലേക്ക് പോകുകയാണ്. ഉമ്മ, ഉപ്പ, എന്നാ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ സൂക്ഷിച്ച് പോണട്ടോ, കുറച്ച് സ്പീഡ് കുറക്കണം കേട്ടോ. നിനക്ക് കുറച്ചധികം സ്പീഡ് ഉണ്ട്, കുറച്ച് പതുക്കെ പോണേ മോളെ. ആ ഉമ്മ. പിന്നെ ഉമ്മ, ഉസ്താദ് പഠിപ്പിച്ചു തന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്താ? അതെ, ബിസ്മില്ലാഹി സുബ്ഹാനല്ലദി സഖറന ഹാദാ ഉമ്മ കുന്നാലോ മുഖരിമീൻ വ ഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ചൊല്ലിക്കൊണ്ട് വാഹനത്തിലേക്ക് കയറുക. പിന്നെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, അതും ഞങ്ങളോട് ഉസ്താദ് പ്രത്യേകമായി ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉമ്മ അള്ളാഹുവിൻ്റെ 2 മലക്കുകൾ നമുക്ക് ഇറങ്ങും എന്നാണല്ലോ. ആ മോളെ ആയിക്കോട്ടെ. എന്നാൽ അന്ന് അതാ ജസീർ അവൻ്റെ ആ ഒരു താറെടുത്തുകൊണ്ട് അറക്കൽ തറവാട് ലക്ഷ്യമാക്കി വരികയാണ്. കുറച്ച് രാവിലെ തന്നെ അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമയം അതാ മഞ്ഞ നിറത്തിലുള്ള ആ ഒരു ലക്ഷറി കാറ് അവന് ഓപ്പോസിറ്റ് പോകുന്നതായിട്ട് അവൻ കണ്ടു. ഒരു നിമിഷം അവനൊന്ന് ഞെട്ടി. അതവളാണ്. പക്ഷേ താറ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം അതൊന്നും ശ്രദ്ധിച്ചതുമില്ല. അവൾ അവളുടെ ലക്ഷ്യത്തിലേക്ക്, അവളുടെ കോളേജിലേക്ക് പോവുകയാണ്. അവൾ ശക്തമായ സ്പീഡിൽ അതാ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്നു. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഓർത്തത്. മോളെ കുറച്ച് സ്പീഡ് കുറക്കണം കേട്ടോ, നീ അത്ര സ്പീഡിൽ പോവല്ലേ മോളെ. അതെ, ഉമ്മയുടെ ആ ഒരു വാക്ക് അതവൾ അനുസരിച്ച് അവൾ അത് സ്പീഡ് കുറച്ചു, ആക്സിലേറ്റർ കുറച്ചു കൊടുത്തു. അല്ലാ, എൻ്റെ ഉമ്മയും ഉപ്പയും ഇല്ലെങ്കിൽ ഇപ്പം എന്തായിരിക്കും എൻ്റെ അവസ്ഥ. എന്നാൽ അത് ജസീർ അവൻ കണ്ടു അവളുടെ ആ ഒരു ലക്ഷറി കാറിൽ അവൾ ചീറിപ്പാഞ്ഞ് പോകുന്നത്. അവൻ നേരെ തന്നെ വണ്ടി ബ്രേക്കിട്ട് അവളുടെ പിന്നാലെ ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവൾ വളരെയധികം ദൂരത്തിൽ സ്പീഡിലേക്ക് പോയി മറിഞ്ഞിരുന്നു. ഛേ, ഇന്ന് നടന്നില്ല. ഓഹോ, അപ്പം മനസ്സിലായി. അവൾ പോകുന്ന ആ ഒരു സമയം, അവൾ പോകുന്ന ടൈമിംഗ്, നാളെ കുറച്ച് നേരത്തെ തന്നെ അവിടെ കാത്തുതിരിക്കണം. അതായി അവൻ്റെ ചിന്ത. അവൻ വേഗം തന്നെ താർ തിരിച്ചൊടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്താടാ ഇത്ര പെട്ടെന്ന് വന്നോ? അവളെവിടെ? അവള് പഠിക്കാൻ പോകുകയല്ലേ, കോളേജ് കുമാരിയല്ലേ. ഒരുപാട് ഉസ്താദുമാരും മൊഞ്ചന്മാരായ ഓരോ മുഅല്ലിമുകൾ, അതുപോലെ ഫ്രീക്കൻ ഉസ്താദുമാരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസ് അല്ലേ. ഏതൊരു പെൺകുട്ടിയും അത് ആഗ്രഹിക്കുന്നതായിരിക്കും. അവള് പോയി നിങ്ങളുടെ മരുമകള്. എന്താടാ നിനക്കെന്താ അവളുടെ പിന്നാലെ പോയി ഒന്ന് അവളെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ലേ? നീ ഇത്രക്ക് ഭീരുവാണോ? ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് വീണ്ടും അവൻ, ഏയ് ഇന്ന് പറ്റില്ല, ഇനി നാളെ കുറച്ച് നേരത്തെ കാലത്ത് തന്നെ നോക്കാം. പിന്നെ ധൈര്യമുള്ള ആൺകുട്ടിയാണെങ്കിൽ നീ അവളെ ഇവിടെ പിടിച്ചു കൊണ്ടുവരണം. നിനക്ക് നിന്റെ ദാമ്പത്യ ജീവിതത്തിന് അവൾ ഇണങ്ങില്ല എന്നുണ്ടോ? എന്തൊക്കെ തന്നെയായാലും അവൾ നിന്റെ കൂടെ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചില്ല എങ്കിലും ഒരു ഭാര്യയായിട്ട് അവളെ നിർത്തണം. അതാണ് വാശിയുള്ള ആണുങ്ങളുടെ കൈക്കരുത്ത്. നീ കരുതിക്കോ, നീ അവളെ നിന്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തണം. അല്ലാതെ ഒരിക്കൽ പോലും വിട്ടുകൊടുക്കരുത്. ആഹാ, അവൾക്ക് അങ്ങനെ വേറൊരു സുഖജീവിതം നീ കൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നീ ഒരു ആണല്ല. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവനൊന്ന് ഞെട്ടി. അവൾ നോക്കട്ടെ, കാരണം അവൾ കുറേ അനുഭവിച്ചതാണ്. ഇനിയും അവളെ ഈ തണുപ്പുള്ള റൂമിൽ ഏസിട്ട് ഒരു പുതപ്പ് പോലും കൊടുക്കാതെ ഇവിടെ കിടത്തണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ബെഡിൽ അവളെ ഞാൻ കിടത്തില്ല. എൻ്റെ ശക്തമായ ബ്ലാങ്കറ്റ് പുതപ്പ് അവൾക്ക് ഞാൻ കൊടുക്കില്ല. ഒരിക്കലുമില്ല. അവൾ ആ നിലത്ത് അല്ലെങ്കിൽ ആ സോഫയിൽ അവിടെ അങ്ങനെ കിടക്കട്ടെ. ഒരു തരി തുണി ഞാൻ കൊടുക്കില്ല അവൾക്ക്. അവളെ തണുപ്പിച്ച് കഷ്ടപ്പെടുത്തണം. അത് കണ്ട് എനിക്ക് ആസ്വദിച്ച് ചിരിക്കണം. എൻ്റെ ഉമ്മക്ക് കൂടിയുള്ള താക്കീത്. എനിക്ക് ആഗ്രഹിച്ച പെണ്ണ് തരാത്തതിന് മറ്റൊരു പെണ്ണിനെ ഞാൻ ശിക്ഷിക്കും. എൻ്റെ ഉമ്മയുടെ മുമ്പിൽ വിട്ട് പോകും. ഇതുവരെ റൂമിലായിരുന്നു, ഇനി റൂമിൽ മാത്രമല്ല, ഇനി മുമ്പിലും ഉമ്മയുടെ അടുത്തും അവളെ ശിക്ഷിക്കാൻ എനിക്ക് തോന്നുകയാണ്. എൻ്റെ മനസ്സിലെ പിശാച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ഹാദിയ മോളെ, നീ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട കേട്ടോ. നീ നിൻ്റെ ലക്ഷറി കാറിൽ ചീറിപ്പറക്കുമ്പോൾ
അത് ഞാൻ ഒരിക്കലും കണ്ടില്ലെന്ന് നടിച്ചിട്ടല്ല, അത് ഞാൻ കണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള പിന്നാലെ കെണി തരുന്നത് നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനവിടെ ക്ഷമിച്ചതാണ്. അവൻ്റെ ദേഷ്യം അവൻ ചുമരുകളിൽ ശക്തമായ അവൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ ഉറക്കെ തട്ടി. ഇതൊക്കെ നിൻ്റെ മുഖത്തിന് കുത്തേണ്ടതാണ്. നിൻ്റെ മുഖത്താണ് ഞാനിത് കുത്തുന്നത്. എൻ്റെ ഉമ്മയുടെ വാശിക്ക് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ഇതിൽ ബലിയാടാക്കും. നോക്കിക്കോ, ഒരിക്കൽ പോലും നിനക്ക് സുഖം ഞാൻ തരില്ല, നിനക്ക് ഞാൻ സമാധാനം തരില്ല, നിന്നെ ഞാൻ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെനിക്ക് എൻ്റെ ഒരു ഹോബിയാണ്. അവൻ അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ജസീറിൻ്റെ മനസ്സിലെ ദുഷ്ടചിന്തകൾ അങ്ങനെ ഓരോന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ടുവരണം സ്നേഹം നടിച്ചുകൊണ്ട്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് പണി കൊടുക്കുന്നുണ്ട്. അവൾ എത്ര പെട്ടെന്നാണ്, പിന്നെ അവൾക്കൊരു വിവരവുമില്ല. എന്നാൽ ഈ സമയം ജസീറത അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ കോളേജിൽ എത്തിയിരിക്കുന്നു. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ റൂമിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റില്ല, അതവിടെ പുറത്ത് വെക്കണം. അങ്ങനെയാണ് അവിടുത്തെ നിയമം. എന്നാൽ അവൻ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവളാണെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കാൻ മറക്കുകയും ചെയ്തു. സൈലൻ്റ് ആക്കി വെക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിലേക്ക് കുട്ടികളുടെ ചിന്ത വരാൻ പാടില്ല എന്നതുകൊണ്ടും രക്ഷിതാക്കളുടെ ഫോൺ അഥവാ പെട്ടെന്ന് വരികയാണെങ്കിൽ തന്നെ അത് ഇൻ്റർവെൽ സമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നേരെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുക. നേരെ പ്രിൻസിപ്പളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ ആക്കാം. അല്ലാതെ മക്കളുടെ ഫോണിലേക്ക് ഒരു ഫോണും വരാൻ പാടില്ല. എന്നാൽ അന്ന് ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മുതൽ അതാ അവളുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ഹബീബ് ഉസ്താദ് അതുവഴി അവരുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. എന്നാൽ അതെ, ആ വരാന്തയിൽ വെച്ചിരിക്കുന്ന ഫോണുകളുടെ കൂട്ടത്തിൽ ഒരു വിലപിടിപ്പുള്ളൊരു ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരതപ്പം ഇങ്ങനെ വിളിക്കുന്നത്? 3-4 മിസ് കോൾ എന്തുകൊണ്ട് തോന്നുന്നു. ആരതാ അറിയില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു. മക്കളെ സുഖല്ലേ, റാഹത്തല്ലേ, തണുപ്പുണ്ടോ? ഉസ്താദേ ഉണ്ട്. നന്നായിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാലാവസ്ഥകൾ മാറി മാറി തരും. ചിലപ്പോൾ ചൂടായിരിക്കും, ചിലപ്പോൾ തണുപ്പായിരിക്കും, ചിലപ്പോൾ മഞ്ഞായിരിക്കും, പക്ഷേ ചിലപ്പോൾ നല്ല മഴയായിരിക്കും. എന്തും കൂടുതലായി നൽകിക്കഴിഞ്ഞാൽ മനുഷ്യന് താങ്ങാൻ കഴിയില്ല. ഇല്ലല്ലോ, ഇല്ല. മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. തണുപ്പാണെങ്കിൽ ഒരു പരിധിവരെ മനുഷ്യന് സഹിക്കാം. മഴയാണെങ്കിലോ കൂടുതലായി കഴിഞ്ഞാൽ ആകെ നാശനഷ്ടങ്ങൾ. വെയിലാണെങ്കിൽ അത്ര ചുട്ടു പൊള്ളുന്ന വെയിലാണെങ്കിൽ അതെ വെള്ളം വറ്റുന്ന ഒരു അവസ്ഥ, ദാഹിച്ച് വലയുന്ന അവസ്ഥ. അങ്ങനെയാണെങ്കിലോ അതും ബുദ്ധിമുട്ട്. പിന്നെ തണുപ്പും കാറ്റും മഴയും ഇടിയും ഒന്നും കൂടുതലായിട്ട് മനുഷ്യന് കഴിയില്ല അല്ലേ? അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കി തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാഹു എത്ര കാരുണ്യവാനാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾക്ക് വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം. അതെ, ഒരു ഗ്രാമം മുഴുവൻ, ഒരു നാട് മുഴുവൻ നശിച്ച കഥ അറിയില്ലേ? അതെ, അറിയാം. ശരിയാണ്. എന്തെങ്കിലും വലിയൊരു കാറ്റടിച്ചാൽ എല്ലാം പറന്നു പോകും. നമ്മൾക്ക് ഒന്നുമല്ലാതായി തീരും. മനുഷ്യനൊന്നുമല്ല, മനുഷ്യന് ഒരു കഴിവുമില്ല. ഈ ഒരു സമയത്ത് ഇത്രമാത്രം തണുപ്പുള്ള അവസ്ഥയിൽ നമ്മൾ പറയാണ് പഠിച്ചതിനെ കുറച്ച് തണുപ്പ് കുറക്കട്ടെ എന്ന് കരുതിയിട്ട് ശാസ്ത്രത്തിന് അതിൽ കഴിയുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അല്ലാഹു വിചാരിക്കണം, എങ്കിൽ തണുപ്പ് കുറയും അല്ലേ? ഇനി മഴയാണെങ്കിൽ നിർത്താൻ ശാസ്ത്രത്തിന് കഴിയുമോ? ഇല്ല, പടച്ച റബ്ബ് വിചാരിക്കണം. അതൊക്കെ ഓരോ മലക്കുകളുടെ ഓരോ ജോലികളാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ജോലികളാണ് ഇതൊക്കെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് എല്ലാം നമുക്ക് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ കണക്കാക്കുന്ന പടച്ച റബ്ബാണ്. ഒരു കാറ്റ്, ഒരു സൂചിയുടെ ചെറിയൊരു ദൂരത്തിനുള്ളിലൂടെ വീഴുന്ന അത്ര തന്നെ നല്ല ശക്തമായിരിക്കും. അപ്പോൾ ഒന്നായിട്ടാണെങ്കിലോ എന്തായാലും അള്ളാഹു നമ്മെ കഷ്ടപ്പെടുത്തരുത്. നമ്മൾ ശുക്ർ ചെയ്യണം എല്ലാത്തിനും. നമുക്ക് നല്ല രീതിയിൽ അള്ളാഹു നൽകുന്ന ജീവിതത്തിന് ശുക്ർ ചെയ്യണം. ആ ശുക്ർ ചെയ്യുന്നുണ്ടോ അള്ളാഹു നോക്കും. എൻ്റെ അടിമ ഓർക്കുന്നുണ്ടോ അവൻ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഞാൻ നൽകിയിട്ടും. ഇപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളോട് പറയൊരു ശ്വാസം, അതെ ശ്വാസം നമുക്ക് ഫ്രീ ആയി പഠിച്ചം തരികയാണ്. നമ്മളിങ്ങനെ ശ്വസിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഒരു 5 പൈസൻ്റെ എന്തില്ല, മുടക്കില്ല. ഇത് നേരെ മറിച്ച് ഒരു ശ്വാസ തടസ്സം നേരിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUയിൽ കിടക്കുകയാണ്. ഓരോ ശ്വാസത്തിന് അവർ ക്യാഷ് വാങ്ങുകയാണ്. മണിക്കൂറിനാണ് അവിടെ ക്യാഷ്. ഇത്ര മണിക്കൂർ കിടന്ന് ഇത്ര ക്യാഷ്.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം നമ്മൾ ഓർക്കണമല്ലോ. നമുക്ക് അള്ളാഹു ഫ്രീ ആയി തരുന്ന ഈ ശ്വാസം, പൈസ ഇല്ലാതെ എത്ര നമുക്ക് ശ്വസിക്കാം. പക്ഷേ അത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വില പറഞ്ഞു. ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ, അതെ വൃക്ക, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അതിൻ്റെ വില. അള്ളാഹു നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ലക്ഷങ്ങൾ ഇല്ല. നല്ല രീതിയിൽ ആരോഗ്യമുള്ള ശരീരം നമുക്ക് അള്ളാഹു നൽകി. ശുക്ർ ചെയ്യണം. ശുക്ർ ചെയ്തേ മതിയാവൂ. അള്ളാഹു നോക്കും. അതെ, ആരൊക്കെ എന്നെ സ്തുതിക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ മക്കൾ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. പിന്നെ അതിന് മുമ്പായിട്ട് ഒരു ഫോൺ അവിടെ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് 2-3 പ്രാവശ്യം കേട്ടു. ഞാൻ വരാന്തിലൂടെ നടക്കുമ്പോൾ ജസ്റ്റ് ഈ സമയത്ത് ഒരിക്കലും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, എടുക്കാനും പാടില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സൈലൻറ്റിലിടണം. ഒരു പക്ഷേ നിങ്ങളെ റിംഗ് ടോൺ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വിളിക്കാനൊക്കെ ഒരു ആദ്യമായിരിക്കും, ക്ലാസ്സിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് സൈലൻ്റ് ആക്കിയിടണം കേട്ടോ. എന്തായാലും ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഫോൺ എടുത്ത് നോക്കുക. അതെന്ന് വെച്ചാൽ അതൊന്നും ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. കുറച്ച് ഫോൺസ് അവിടെ ഉണ്ടല്ലോ. പിന്നെ ക്ലാസ്സിലേക്ക് അത് അലൗഡ് അല്ല. പിന്നെ കോളേജിലേക്ക് തന്നെ അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ചെറിയൊരു നിയമം ഒരു ഇത് വന്ന്, അഥവാ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയി തന്നെ ആണല്ലോ, വർക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ പിന്നെ ആകുമ്പോൾ ആണ് അങ്ങനെ ക്ലാസ്സിലേക്ക് നല്ല അടുപ്പിക്കാൻ പറ്റും. അങ്ങനെ ഇൻ്റർവെൽ സമയത്ത് നോക്കിക്കോളൂ, അവിടെ തന്നെ വെച്ചോളൂ. ഓക്കെ. ഒരിക്കൽ പോലും ജസീറാണ് വിളിച്ചതെന്ന് പാവം ഹാദി അറിയുന്നില്ല. അവൾ നല്ല രീതിയിൽ, നല്ല സന്തോഷത്തോടു കൂടെ, സ്നേഹത്തോടു കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വീണ്ടും വീണ്ടും ഒരുപാട് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അതെ, അറിവ് അതൊരുപാട് നേടിയെടുക്കണം. അതെങ്ങനെയെങ്കിലും എനിക്ക് ഒരുപാട് ഒത്തിരി നേടണം റഹ്മാനെ. ഈ ഒരു വർഷത്തെ കോഴ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയാൽ എനിക്ക് ഉപരിപഠനത്തിന് പോകണം, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയണം, ദീന് പഠിക്കണം എന്നുള്ള ആഗ്രഹം അത് ഹാദിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നു. പക്ഷേ ജസീർ വിളിച്ചതോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നതോ ഒന്നും അവൾക്ക് അറിയില്ല. പാവം, അവളെല്ലാം ഉസ്താദിൻ്റെ ആ ഒരു മൊഴിമുത്തുകൾ കേട്ടുകൊണ്ട് അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അറിവിൻ്റെ ഓരോ അക്ഷരങ്ങളും അവൾ പകർത്തിയെടുക്കുകയാണ്. ഹാദിയ, അവളുടെ മനസ്സിൽ ആഗ്രഹം, അതെ ഒരുപാട് പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയണം. അതെ, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് നേടുക എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാക്ക് അവളുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞു. അവളും വാശിയിൽ തന്നെയാണ്, നല്ലോണം പഠിക്കണം, പഠിച്ചൊരു പണ്ഡിതയാകണം എന്നായി അവളുടെയും ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.